ഇന്ന് നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ ASM എക്സാമിന്റെ ചോദ്യപേപ്പർ ഒന്ന് നോക്കാം. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏതു പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്? ഉത്തരം ബി ആണ്, 8ാം പഞ്ചവത്സര പദ്ധതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം? ഓപ്ഷൻ സി സാരഥി, പ്രവാഹ്. ഉത്തരം സി ആണ്. 3. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ ഡി ആണ്, ഡ്രാഗൺ. ചോദ്യം 4. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? ഓപ്ഷൻ എ ആണ്, KA മുഹമ്മദ്. ചോദ്യം 5. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ ബി ആണ്, റഷ്യൻ വിപ്ലവത്തിൽ നിന്ന്. ചോദ്യം 6. തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ എ ആണ്, 7 വർഷം. ചോദ്യം 7. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം സി ആണ്, 42ാം ഭേദഗതി. താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, ലോട്ടറി. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ എ ആണ്, ആസാം. അടുത്ത ചോദ്യം 10. 2 കോളത്തിൽ തന്നിരിക്കുന്നവയെ ക്രമത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ചോദ്യം 11. എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഉണർവ്. ചോദ്യം 12. ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ്? ഓപ്ഷൻ എ, ജനങ്ങളുടെ കോടതി. ചോദ്യം 13. ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത്? ഓപ്ഷൻ ഏതോ അല്ല തന്നിരിക്കുന്നത്. ഇപ്പൊ ഡി ആണ്, ഇവയൊന്നുമല്ല. അതാണ് ഉത്തരം. ചോദ്യം 14. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ? ഓപ്ഷൻ ഡി, പാലക്കാട്, വയനാട്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര്? ഓപ്ഷൻ ബി ആണ്, VS അച്യുതാനന്ദൻ. ചോദ്യം 16. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ്? ഓപ്ഷൻ എ ആണ്, ഷാജഹാൻ. ചോദ്യം 17. എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ഓപ്ഷൻ എ, ആനയറ. ചോദ്യം 18. കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവ? ഓപ്ഷൻ സി, മെഡിക്കൽ കോളേജുകൾ. ചോദ്യം 19. ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗമാണ്? ഓപ്ഷൻ ഡി, ഷഡ്പദങ്ങൾ. ചോദ്യം 20. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, ക്യാൻസർ ബോധവൽക്കരണം. പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? ഓപ്ഷൻ എ, വിറ്റാമിൻ B3. ചോദ്യം 22. കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകം ഏതാണ്? ഓപ്ഷൻ എ, മൈറ്റോകോൺട്രിയ. ചോദ്യം 23. എംഫിസീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്ത്? ഓപ്ഷൻ സി, സിഗരറ്റ് സ്മോക്കിംഗ്. ചോദ്യം 24. AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏവ? ഓപ്ഷൻ ബി ആണ്, A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. ചോദ്യം 25. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉമാണ് ശരി. 26. പരിണിത ഫലം 0മായ ഗ്രാഫ് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ചോദ്യം 27. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? ഓപ്ഷൻ സി, ശബ്ദതരംഗമാണ്. ചോദ്യം 28. ഘർഷണമില്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്രയാണ്? ഉത്തരം ഡി ആണ്, 1.2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ചോദ്യം 29. സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം സി ആണ്, ആദിത്യ L1. ചോദ്യം 30.
അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? ഓപ്ഷൻ ഡി ആണ് മാൽവെയർ. ചോദ്യം 31. ഒരു ആറ്റത്തിന്റെ എം ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ ഏതാണ്? ഓപ്ഷൻ സി ആണ് 16. ചോദ്യം 32. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ 300 ഡിഗ്രി സെൽഷ്യസിലുള്ള മർദ്ദം 1.3 atm ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 10 ലിറ്റർ ആണ്. താപത്തിൽ വ്യത്യാസമില്ലാത്ത ഈ വാതകത്തിന്റെ വ്യാപ്തം 2.6 ലിറ്റർ ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണ്? ഉത്തരം ബി ആണ് 5 atm. ചോദ്യം 33. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിന് അതിന്റെ അപദ്രവ്യമായ ടിൻ ഡയോക്സൈഡിൽ നിന്നും വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം? ഓപ്ഷൻ എ ആണ് കാന്തിക വിഭജനം. ചോദ്യം 34. കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു? എ ഇൽമിനേറ്റ് ആണ്. ചോദ്യം 35. താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ സി കാൽസ്യം കാർബൈഡ്. ചോദ്യം 36. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി മുരളി ചിരോത്ത്. ചോദ്യം 37. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര്? ഓപ്ഷൻ എ നവദീപ് സിംഗ്. ചോദ്യം 38. ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ബി ആണ് തകഴി ശിവശങ്കരപിള്ള 1984. ചോദ്യം 39. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 2ഉം 4ഉമാണ് ഉത്തരം. ചോദ്യം 40. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏത്? ഓപ്ഷൻ ബി ഇല്ലിക്കുന്ന്. ചോദ്യം 41. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ? ഓപ്ഷൻ സി ആണ് ഉത്തരം 1ഉം 3ഉം. ചോദ്യം 42. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം പി സതീദേവി. ചോദ്യം 43. ഇ ഗവേണൻസ് എന്നാൽ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. ചോദ്യം 44. താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ്? ഓപ്ഷൻ ബി പ്രിന്റർ. ചോദ്യം 45. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ലാനിന്റെ നിർവചനം? ഓപ്ഷൻ ബി ആണ് ഉത്തരം ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ. ഉദാഹരണം കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ്, കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയ. ചോദ്യം 46. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം ജോൺ ജെ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻറ്റൺ. ചോദ്യം 47. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ബില്ലോ. ചോദ്യം 48. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം? ഓപ്ഷൻ എ ആണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ചോദ്യം 49. ഫോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ്? ഓപ്ഷൻ എ ആണ് സെക്ഷൻ 22. ചോദ്യം 50. വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ഏതു രാജ്യത്താണ്? ഓപ്ഷൻ സി സ്വീഡൻ. ചോദ്യം 51. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനു വേണ്ടിയുള്ള നിയമം MWP ആക്ട് പ്രകാരം വൃദ്ധസദനങ്ങളെക്കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത്? ഓപ്ഷൻ എ അധ്യായം 3. ചോദ്യം 52. 2025 കബഡി ലോകകപ്പ് വേദി ഏത്? ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി? ഓപ്ഷൻ ഡി ആണ് ബാനു മുഷ്താഖ്. ചോദ്യം 54. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ആരാണ്? ചോദ്യത്തിന് ആൻസർ ഇല്ല, ക്യാൻസൽ ആവാനാണ് സാധ്യത. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. 55. യഥാക്രമം 10, 15, 24 മിനിറ്റ് ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നു. രാവിലെ 8 മണിക്ക് 3 മണികളും ഒരുമിച്ച് മുഴങ്ങാൻ തുടങ്ങും. അവ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത് എത്ര മണിക്കാണ്? ഉത്തരം ഡി ആണ്
10 AM. ചോദ്യം 56 0.003 ഇൻറ്റു 0.45 ഡിവൈഡഡ് ബൈ 0.009. അതിൻ്റെ ഉത്തരമാണ് ബി ആണ് 0.15. ചോദ്യം 57 108 km/മണിക്കൂർ വേഗത ഡാഷിന് സമാനമാണ്. ഓപ്ഷൻ ബി 30 m/s. ചോദ്യം 58 16 പുരുഷന്മാർക്ക് 30 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. 24 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? ഓപ്ഷൻ ബി 20 ദിവസം. അടുത്തത് 24 സെന്റിമീറ്റർ ഉയരവും 6 സെന്റിമീറ്റർ ബേസ് റേഡിയസുമുള്ള ഒരു കോൺ ഉരുക്കി ഒരു ഗോളത്തിന്റെ രൂപത്തിൽ പുനർരൂപകൽപ്പന ചെയ്തിരിക്കുന്നു എങ്കിൽ ആ ഗോളത്തിന്റെ ആരം എത്രയാണ്? ഓപ്ഷൻ എ 6 സെന്റിമീറ്റർ. അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം 36. അടുത്തത് 0, 6, 24, 60. അടുത്ത സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. 120 ഉത്തരം. ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം. അടുത്ത സംഖ്യ കണ്ടെത്താനാണ്. WFB TGD QHG എന്ന് തന്നിട്ടുണ്ട്. ഉത്തരം ബി ആണ്. NIK ആണ് അടുത്ത പദം. അടുത്തത് 6/9/2022 മുതൽ 8 മാസം 7 ദിവസം പൂർത്തിയാകുന്ന തീയതി ഏതാണ്? ഓപ്ഷൻ സി ആണ് 12/5/2023. അടുത്ത ചോദ്യം. E = 5 PEN = 35 എങ്കിൽ PAGE എന്താണ്? ഓപ്ഷൻ ഡി 29 ആണ്. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ചൂസ് ദ suitable collective noun to complete the phrase given below. A dash of stairs. ഓപ്ഷൻ എ ആണ് ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർ. അടുത്ത ചോദ്യം. ആഡ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ടു ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ടു മേക്ക് ഇറ്റ് എ ക്വസ്റ്റ്യൻ. ഷീ സെൽഡം ഡസ് ഔട്ട്. ഡാഷ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് ഡസ് ഷീ. അടുത്തത് ഫിൽ അപ്പ് ദ കറക്റ്റ് പ്രൊപ്പോസിഷൻ. ഫിൽ അപ്പ് വിത്ത് ദ കറക്റ്റ് പ്രൊപ്പോസിഷൻ എന്നാണ് തന്നിരിക്കുന്നത്. റോഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ആണ് ആൻസർ. ബി ആണ് ആൻസർ. 68 ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ആക്റ്റീവ് ടു പാസീവ് ഫോം ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ. അടുത്ത ചോദ്യം. ഫിൽ അപ്പ് സ്യൂട്ട്ലി. ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി ബ്രോഡ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം 70 റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ് വിത്ത് ദ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. കോൾ ഓഫ് ആണ് ഉത്തരം. ക്യാൻസലിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ടത് കോൾ ഓഫ് ആണ്. ഉത്തരം എ. 71 ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റ് സ്പെല്ലിങ് ആർഗുമെന്റ് ആണ്. സി ആണ്. സി ആർഗുമെന്റ് ആണ് കറക്റ്റ് ഉത്തരം. അടുത്തത് ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. സി ആണ് ഉത്തരം. അടുത്തത് ചോദ്യം 73 ആണ്. ഫില്ലപ്പ് വിത്ത് ദ കറക്റ്റ് ടെൻസ് ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഹാഡ് ഫിനിഷ്ഡ്. അടുത്ത ചോദ്യം. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് സ്യൂട്ടബിളി. അതിൽ വരുന്നത് ബി ആണ് ഉത്തരം. യു വിൽ നോട്ട് പാസ്. അൺലെസ് യു സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ് എന്നാണ് ഉത്തരം. അടുത്ത മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട. അടുത്തത് വചനപ്രത്യയം ഇല്ലാത്ത വരി ഏതാണ്? ഡി ആണ് ഉത്തരം. 76ാമത്തെ ക്വസ്റ്റിന് ഡി ആണ് ഉത്തരം. 77ാമത്തെ ചോദ്യം. ശരിയായ പര്യായ പദം ഏത്? ഓപ്ഷൻ എ ആണ് അച്ഛൻ ജനയിതാവ്. 78ാമത്തെ ചോദ്യം നോക്കാം. കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിനു പകരം ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വാക്ക് ഏതാണ്? ഓപ്ഷൻ ബി ആണ് പ്രേക്ഷകൻ. 79 പിരിച്ചെഴുതിയതിൽ ശരിയേത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കൺ പ്ലസ് നീർ, കണ്ണീർ. അതാണ് ശരിയായ ഉത്തരം. ചോദ്യം 80 നോക്കാം. ശരിയായ വിപരീത പദങ്ങൾ ഏതല്ല? 1ഉം 4ഉമാണ് ശരിയായത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത് 1ഉം 4ഉം. ചോദ്യം 81. താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏവ? 2ലും 3ലും തെറ്റുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 3ഉം. ചോദ്യം 82. താഴെ കൊടുത്തിട്ടുള്ളതിൽ സമാന അർത്ഥം വരാത്ത പ്രയോഗം ഏവ? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി. ചോദ്യം 83 നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിന്റെ ഒറ്റപദമാണ് ഭാഗിനേയൻ? ഓപ്ഷൻ ഡി ആണ് സഹോദരിയുടെ മകൻ. ഓപ്ഷൻ ഡി. 84. വ്യത്യസ്തമായ സമാസമുള്ള പദമേത്? ഓപ്ഷൻ എ മരപ്പൊടി. ചോദ്യം 85. രാഷ്ട്രത്തിന്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത രാജ്യം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബംഗ്ലാദേശ്. ചോദ്യം 86. ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ആസ്ടെക് സംസ്കാരം.
ചോദ്യം 87. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് 1663 കൊച്ചി പിടിച്ചെടുത്തു. അത് പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ചോദ്യം 88. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് എ വിഭാഗത്തിന് അനുയോജ്യമായവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ശരിയുത്തരം എഴുതുക. അതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ചോദ്യം 89. 1857 കലാപത്തിൽ ആറയിൽ നേതൃത്വം നൽകിയ നേതാവ്? സി കുൻവർ സിംഗ് ആണ്. ചോദ്യം 90. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക. ഓപ്ഷൻ എ ആണ് ശരിയായത്. ശരിയുത്തരം എ ആണ്. ചോദ്യം 91. നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടി ചേർന്ന് അരുവികളാകുന്നു. ഓപ്ഷൻ എ. 92. സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികളാണ്? ഓപ്ഷൻ എ രവി, ബിയാസ്, സത്ലജ്. ഓപ്ഷൻ എ. ചോദ്യം 93. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചോദ്യം 94. നിത്യഹരിത വന മേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം? ഓപ്ഷൻ എ ആണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം. ചോദ്യം 95. ധുന്ദർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? ധുവാന്തർ ആണെങ്കിൽ നർമ്മദയാണ്. ബി ആണ് ഉത്തരം. ചോദ്യം 96. ട്രൈപ്പനോസോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണി? ഓപ്ഷൻ ഡി സെറ്റ്സേ ഫ്ലൈ ആണ്. ചോദ്യം 97. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി കാപ്പി. ചോദ്യം 98. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ സി ആണ് പെട്രോളിയം. ചോദ്യം 99. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി ഏത്? ഓപ്ഷൻ എ ഡാവോസ്. ചോദ്യം 100. പേയ്മെന്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതെല്ലാം? ഇതിൽ കറക്റ്റ് ഉത്തരമില്ല. ഈ ചോദ്യം ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത.